മുഴുവൻ. ഇപ്പോൾ ജെയ്സൺ തോമസിൻ്റെ പ്രശ്നം അതല്ലേ. ജെയ്സൺ തോമസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പുറപ്പാട് 34:10 അനുസരിച്ച് കൊണ്ട് ദൈവം ഉടമ്പടി സ്ഥാപിച്ചിരിക്കുന്നത് അത്ഭുതം പ്രവർത്തിക്കാൻ തന്നെയാണ്, ഒരു സംശയമില്ല കരുതിൽ. പക്ഷേ ആ അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ ഈ ജെയ്സൺ തോമസ് എന്താ ചെയ്തിരിക്കുന്നത്? ഉടമ്പടി എടുത്ത ഉടനെ എന്ത് അത്ഭുതമാണ് അവിടെ നടന്നത്. ഉടമ്പടി എടുത്ത് ആ യൂട്യൂബിൽ കിടക്കുന്നുണ്ട് ആ സാക്ഷ്യം, കഴിഞ്ഞ ആഴ്ച ഇട്ടതാണ്. ഈ ജെയ്സൺ തോമസ് കൂപ്പുകുത്തണ തൻ്റെ സീറോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന തകർച്ചയെ ബാധിക്കുന്ന കമ്പനി രക്ഷപ്പെടാൻ വേണ്ടി മാതാവുമായിട്ട് മധ്യസ്ഥയിൽ ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ സെക്കൻഡുകൾക്കുള്ളിൽ ഒരാഴ്ചക്കുള്ളൊരു സംഭവം നടക്കും. എന്താണ്? ബർബേഷ എന്ന് പറയുന്ന ഒരു ഗുജറാത്തുകാരനാണ് CEO. അയാളാണ് ഇതിനെ തലപ്പത്തിരിക്കുന്നത്. അയാളുടെ സ്റ്റിയറിങ്ങിലാണ് കമ്പനി പോണത്. അയാൾക്കാണ് 1 കോടി രൂപ ശമ്പളം, ഒരു വർഷമാണ് 10 ലക്ഷം രൂപ വെച്ച് മാസം. അയാൾ ഈ ഉടമ്പടി എടുത്തോടുകൂടി പൊടുന്നനെ രാജിവെച്ച് പോകും, ആരോടും ചോദിക്കാതെ. പൊടുന്നനെ രാജിവെച്ച് പോവുകയും കമ്പനിക്ക് പിന്നെ ഓഫർ കിട്ടുകയും പെട്ടെന്ന് കമ്പനി ഷൂട്ടപ്പ് ചെയ്തിട്ട് ജെയ്സൺ തോമസ് CEO ആവും. ഇതിൻ്റെ വിഷയം അതാണ്. ഇത് നമ്മൾ നടക്കുന്ന ഒരു ഒറ്റ ആഴ്ച കൊണ്ട് നടക്കുന്ന അത്ഭുതമാണിത്. അങ്ങനെ ചില ജീവിതത്തിൻ്റെ ചില ഭാഗത്ത് ദൈവം അത്ഭുതം പ്രവർത്തിക്കാതെ വേറെ ഒരു മാർഗമില്ലാതെ വരും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണത്, ദൈവത്തിന് ചെയ്യാൻ പറ്റുന്ന ജോലി ഉണ്ടെങ്കിൽ മാത്രമേ ഉടമ്പടി എടുക്കാവൂ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ കക്ഷി ചേർക്കാതിരിക്കണം നല്ലത്. കാര്യം ദൈവത്തിനെ നമ്മളിൻ്റെ അകത്ത് കക്ഷിയാക്കുമ്പോൾ ഫുൾ ആൻഡ് ഫുൾ ദൈവമായിരിക്കണം. ഇത് മറ്റത് കുറച്ച് നിങ്ങളിലും ആശ്രയിക്കും, ദൈവത്തിനും ആശ്രയിക്കും. ഇപ്പം നിങ്ങൾ പഠിക്കുന്നവരുണ്ടെങ്കിൽ, നല്ലോണം പഠിക്കുന്നവരുണ്ടെങ്കിൽ ദൈവം അതിൻ്റെ അകത്ത് കക്ഷിയാക്കേണ്ട കാര്യമില്ല. അത് നിങ്ങൾക്ക് ജനറ്റിക്കൽ ബ്ലെസ്സിങ്സ് നേരത്തെ തന്നിട്ടുള്ളതാണ്. ഉൽപ്പത്തി 1:28 സന്താനപുഷ്ടിയുടെ പെരുകണം, ഭൂമിയെ കീഴടക്കണം. അപ്പോൾ ജീവിതം ഏത് സാഹചര്യത്തിലായാലും ജീവിതത്തെ കീഴടക്കാനുള്ള ബുദ്ധിയും ശേഷിയും ശേമുഷിയും ഒക്കെ ദൈവം ഓൾറെഡി ബൈ ബർത്ത് ഇറ്റ് ഈസ് ഗിവൺ. അതിന് ജനറ്റിക്കൽ ബ്ലെസ്സിങ്സ് എന്ന് പറയും. ഈ ജനറ്റിക്കൽ ബ്ലെസ്സിങ്സിനെ കവർ ചെയ്തുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായാൽ ആണ് ഉടമ്പടി വരണത് ശരിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ബീന എസ് നായർ ഒരു സാക്ഷ്യം പറഞ്ഞു. ബീന എസ് നായർ ആ സാക്ഷ്യമുണ്ട്. എന്താ സാക്ഷ്യം എന്ന് പറയുന്നത്? അവരൊരു ജ്യോതിഷിയാണ്, ജ്യോതിഷം പഠിച്ച ആളാണ്. അപ്പോൾ അവരത് പറയുന്നുണ്ട്, ഞാൻ ജ്യോതിഷിയാണ് എന്ന് പറയുന്നത്. പക്ഷെ അവരുടെ സാക്ഷ്യം എന്താണ്? അവരുടെ മകന് 1, 2, 3 136 കല്യാണമാണ് വരണം. 136 കല്യാണം അവരത് പറയുന്നുണ്ട് സാക്ഷ്യത്തിൽ. 136 കല്യാണം വന്നിട്ട് ഒരെണ്ണം പോലും ഒക്കണില്ല. ഇവനിപ്പോൾ എന്നാ പറ്റി? 36 വയസ്സായി. അപ്പം മെരിട്ട് പോയി. 36 വയസ്സെന്ന് പറയുമ്പോൾ യൂറോപ്യൻസാണ് സാധാരണ 35 വയസ്സിൽ കെട്ടണത്, കല്യാണം കഴിക്കണത്. അവരുടെ പഠനവും പ്രൊഫഷനൊക്കെ സെറ്റ് ചെയ്തിട്ട് അവർ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഡേറ്റ് ചെയ്ത് കുറേ ആൾക്കാർക്ക് ഉപേക്ഷിച്ച് അങ്ങനെ അവസാനം ചൂസ് ചെയ്ത് ആരെങ്കിലും ഒരാളെ കല്യാണം കഴിക്കും. എന്തെങ്കിലും നിൽക്കുന്നുണ്ടാകുന്നത് വേറെ വിഷയം. അത് അവരുടെ കൾച്ചറിൻ്റെ ഒരു വിഷയമായിട്ട് മാറുകയാണ്. പക്ഷെ നമ്മുടെ കൾച്ചർ അങ്ങനെയല്ല. നമ്മുടെ കൾച്ചറിൽ ഇപ്പോൾ 18 വയസ്സ് തന്നെ ആൾക്കാർ കല്യാണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? പണ്ട് പോലെ ഇവിടെ നിലവിലുള്ള ആചാരമാണ്. അതല്ലേ ഈ ഏകീകൃത സിവിൽ കോഡ് വേണമെന്ന് ഗവൺമെൻറ് പറയണത്. അതിൻ്റെ ഉദ്ദേശത്തിന് പല ഉദ്ദേശമുണ്ട്. കാര്യം ഇവിടുത്തെ ഒരു പൗരനാകുമ്പോൾ സ്വാഭാവികമായിട്ടും പൊതുവായിട്ടുള്ള ഒരു കോഡ് വേണമെന്ന് ഒരു സെക്കുലർ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്. അത് നമ്മുടെ വിഷയമല്ല. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം ഇവിടുത്തെ കല്യാണപ്രായം ഒരു 24 വയസ്സാണ് ഒരു മിനിമം. ആ മിനിമത്തിൽ നിന്ന് മാറിയിട്ട് മെറിറ്റ് പോവുകയാണ്. ഹൗ ഹീസ് ലൂസിങ് ഹിസ് മെറിറ്റ്, ദാറ്റ്സ് ഐ ആം പോയിൻറ്റിങ്. അതായത് അയാളുടെ മെറിറ്റ് എങ്ങനെയാണ് പോണത്? 24 വയസ്സ് കഴിഞ്ഞ് 25 വയസ്സായി, 26 വയസ്സായി, 30 വയസ്സായി, 31ആയി, 32ആയി, കല്യാണം ഇങ്ങനെ വരുന്നു പോകുന്നു, ഒന്നും ഒക്കണില്ല. 36 വയസ്സായി, 136 കല്യാണങ്ങൾ വരുന്നെന്ന് പറയുമ്പോൾ അവിടെ മെറിറ്റ് 0 മെറിറ്റ് വന്നു. മാനുഷ്യമായി 0 മെറിറ്റായി. ഈ 0 മെറിറ്റായി കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഉടമ്പടി വർക്ക് ചെയ്യാൻ എങ്ങനെ? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയുന്നുണ്ട്. മെറിറ്റിനകത്ത് അവിടെ ഒരു സാധനവും ഇല്ല. നിങ്ങളെന്താ പറയുക, പല കാര്യങ്ങളും നിങ്ങൾക്ക് മെറിറ്റുള്ള കാര്യങ്ങളാണ് ഉടമ്പടി വെക്കണത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരണത്. നിങ്ങൾക്കോ ഇതിപ്പോൾ പ്രാർത്ഥിച്ചില്ല നടക്കും. എൻ്റെ ആങ്ങളെയാണ് പഞ്ചായത്ത് പ്രസിഡൻറ്റ്. ഇപ്പോൾ ലൈഫിൻ്റെ വീട് വരുമ്പോൾ എനിക്ക് കിട്ടുമെന്ന് പറയത്തില്ലേ? എൻ്റെ ആങ്ങളെയാണ് പഞ്ചായത്ത് പ്രസിഡൻറ്റ്. അത് ലൈഫിൻ്റെ വീട് വരുമ്പോൾ എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട് നിങ്ങളിവിടെ കൊണ്ടുവന്ന് മാതാവിനോട് വീട് തരണമെന്ന്, ലൈഫിലെ വീട് തരണമെന്ന് പറയുമ്പോൾ വിഷയമാകും. കാര്യം എന്താണ്? മെറിറ്റ് നിങ്ങൾ ഓൾറെഡി ഹൈജാക്ക് ചെയ്തിട്ടുണ്ട്. ആങ്ങളെ വെച്ച് നിങ്ങളുടെ മെറിറ്റ് ഹൈജാക്കാക്കി. പിന്നെ അത് ഉടമ്പടി വെച്ച് ദൈവത്തിന് എന്താ നാണം കെടുത്തണത്? അവിടെയാണ് ലാഗിങ് വരണത്. ഉടമ്പടി ലാഗിങ് വരരുത്. ഇത് 0 മെറിറ്റാണ്. ഇപ്പോൾ ബീന എസ് നായറിൻ്റെ മകനെ സംബന്ധിച്ചിടത്തോളം കല്യാണം എന്ന് പറഞ്ഞാൽ 136 കല്യാണം കഴിഞ്ഞു, വന്നു പോയി, കണ്ടിട്ട് ഒന്നിനും ഒത്തില്ല. പിന്നെ അദ്ദേഹത്തിന് 36 വയസ്സുമായി. 0 മെറിറ്റാണ്.
ഈ 0 മെറിറ്റുള്ള ആൾ എങ്ങനെയാണ് ഉടമ്പടി എടുക്കുമ്പോൾ ആ ആഴ്ച തന്നെ കല്യാണം നടക്കണത് എങ്ങനെ? ഇതാണ് പുറപ്പാട് 34:10. എന്താണ്? ഞാൻ നീയുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യാം, നിനക്ക് 0 മെറിറ്റാണെങ്കിലും ശരി, ഞാൻ 0 മെറിറ്റ് വരുമ്പോഴാണ് അത്ഭുതം പ്രവർത്തിക്കണത്. വീണ്ടും വചനം വായിച്ചേ. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എഫെസ്യൻസ് 2:8. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എഫെസ്യസ് 2:8. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. അപ്പോൾ ദൈവത്തിന്റെ ദാനം എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ നേടിയെടുത്തതല്ല, നിങ്ങൾക്കത് മെറിറ്റില്ലെന്നാണ്. അതാണ് എഫെസ്യസ് 2:8. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, നിങ്ങളുടെ ബുദ്ധി കൊണ്ടോ എഡ്യൂക്കേഷൻ കൊണ്ടോ സ്വാധീനം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രയോറിറ്റി കൊണ്ടോ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ടോ നിങ്ങൾ നേടിയെടുത്തതല്ല. അവിടെ നിങ്ങളുടെ നേട്ടം 0 മെറിറ്റാണ്. പിന്നെന്താണ്? ദൈവത്തിൻ്റെ ദാനമാണ്. ഒന്ന് പറഞ്ഞേ. ദൈവത്തിൻ്റെ ദാനമാണ്. 0 മെറിറ്റിൽ വരുമ്പോൾ പിന്നെയുള്ള ഓപ്ഷൻ ദൈവത്തിൻ്റെ ദാനമാണ്. ഈ ദൈവത്തിൻ്റെ ദാനം എപ്പോഴും വരണത് അത്ഭുതങ്ങളുടെ രൂപത്തിലാണ്. നമുക്ക് മെറിറ്റ് ഇല്ലെങ്കിൽ പിന്നെ അത്ഭുതമാണ് ഉണ്ടാകണം. പിന്നെ ഓപ്ഷൻ അതാണ്. അതുകൊണ്ടാണ് ആ അത്ഭുതം പ്രവർത്തിക്കാൻ ഉടമ്പടി തന്നെ വേണമെന്ന് പുറപ്പാട് 34:10 പറയണത്. പുറപ്പാട് 34:10 ഒന്ന് വായിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അവിടുന്ന് അരുൾ ചെയ്തു, ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു, ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ എന്റെ ജനത്തിന്റെ മുൻപിൽ ഞാൻ പ്രവർത്തിക്കും. ഇത് ദൈവത്തിന്റെ വാക്കാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ദൈവത്തിന്റെ വാക്ക് നിറവേറുമ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ ദാനങ്ങൾ ലഭിക്കണത്. ദൈവത്തിൻ്റെ ദാനങ്ങൾ ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ബേസിക്കായിട്ട് നമുക്ക് വിശ്വാസം ഉണ്ടാകണം, അല്ലേ? അതാണ് എഫെസ്യസ് 2:8. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. വിശ്വാസം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എഫെസ്യസ് 2:8. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്, വീണ്ടെടുക്കപ്പെടുന്നത്. അപ്പോൾ കൃപ ദൈവത്തിൻ്റെ ശക്തിയാണെന്ന് പറയുമ്പോൾ വിശ്വാസം വഴി ഇപ്പം നമ്മൾ 2 കൊരിന്ത്യർ 12:9 2 എഫെസ്യർ 2:8 കൂടി ലിങ്ക് ചെയ്ത് വായിക്കും. മനസ്സിലാക്കേണ്ടത് എന്താണ്? വിശ്വാസം വഴി കൃപയാലാണ്. അത് മീൻസ് ദൈവത്തിൻ്റെ ശക്തിയാലാണ്. ഒന്ന് പറഞ്ഞ വിശ്വാസം വഴി ദൈവത്തിൻ്റെ കൃപയാലാണ്, അഥവാ ദൈവത്തിൻ്റെ ശക്തിയാലാണ് അത്ഭുതങ്ങള് പ്രവർത്തിക്കപ്പെട്ട് ദൈവത്തിൻ്റെ ദാനം ഉടമ്പടി വഴി നമ്മൾക്ക് ലഭിക്കുന്നത്. കൈ അടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കട്ടെ. ശക്തി പ്രവർത്തിച്ച് അളവില്ലാത്ത കൃപമതിയേ, 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 അളവില്ലാത്ത കൃപമതിയേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പൊ എഫെസ്യസ് 2:8 വീണ്ടും നമ്മൾ ബേസിക് വേർഡ് ഓഫ് ഗോഡ് ഉള്ളത്. എന്താണ്? വിശ്വാസം വഴി. പറഞ്ഞ് വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. അത് നമ്മൾ നേടിയതല്ല, ദൈവത്തിന്റെ ദാനമാണ്. അപ്പോൾ ദൈവത്തിന്റെ ദാനം നമുക്ക് ലഭിക്കുന്നത്, ദൈവത്തിന്റെ ശക്തി നമുക്ക് ലഭിക്കുന്നത് ഉടമ്പടി വഴിയാണെന്നാണ് പുറപ്പാട് 34:10 നമ്മൾ വായിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, ഈ വിശ്വാസം വഴി എന്നുള്ളത് ആണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ടോപ്പായിട്ടുള്ള വേഡ്. വിശ്വാസം വഴി. ഈ വിശ്വാസം ആണ് നമ്മൾ വിശ്വാസം വഴി കൃപയാലാണ്. കൃപ നമുക്ക് ലഭിക്കണത് എങ്ങനെയാണ്? ഫസ്റ്റ് വിശ്വാസം വഴിയാണ്. വിശ്വാസമാണ് അതിൻ്റെ ബേസിക് എന്ന് പറയുന്നത്. ഉടമ്പടി ആയാലും ശരി, അതിൻ്റെ ബേസിക് വിശ്വാസം തന്നെയാണ്.
പക്ഷേ അതിൻ്റെ കുറച്ചുകൂടി ഈ കള്ളം മൂത്ത് വിനായി ആകണ പോലെ വിശ്വാസം മൂത്ത് വിശ്വസ്തത ഉണ്ടാകും. അത് വേറെ ഒരു സബ്ജക്റ്റാണ്. അത് ഞാൻ വരുന്നുണ്ട്. അതല്ല, ഈ വിശ്വാസം വഴി വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. അപ്പം വിശ്വാസം ആണ് ഇതിൻ്റെ അകത്ത് മെയിൻ സബ്ജക്റ്റ്. വിശ്വാസത്തിൻ്റെ കൈമാറ്റം. വിശ്വാസം എപ്പോഴും വരണത് ആക്ടിവേറ്റ് ആകണത് കൈമാറ്റത്തിലൂടെയാണ്. വിശ്വാസം നമുക്ക് മൂന്ന് തരത്തിൽ വിശ്വാസം കൈമാറാൻ പറ്റും. ഒന്ന്, വിശ്വാസം പ്രഖ്യാപനത്തിലൂടെ നമുക്ക് വിശ്വാസം പ്രകടിപ്പിക്കാം. വിശ്വാസ പ്രകടനത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇപ്പോൾ എന്താ നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? എഫേസ്യർ 2:8 ഉടമ്പടിയുടെ അസ്ഥിവചനങ്ങൾ. എന്താണത്? അത് പറഞ്ഞ വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. അപ്പോൾ ഈ വിശ്വാസം ആക്ടിവേറ്റ് ചെയ്യുന്നത് അതിൻ്റെ പ്രകടനപരത പഠിക്കണം. നമുക്ക് ബുദ്ധിപരമായിട്ട് ചെയ്യേണ്ട ഒരു വിഷയമാണ് ഉടമ്പടി, അല്ലാതെ വൈകാരികമായിട്ട് വരുന്ന വിഷയമല്ല. വിശ്വാസത്തിന് ഒരു പ്രകടനപരതയുണ്ട്. വിശ്വാസം പ്രകടിപ്പിക്കുന്ന രീതി ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് എനിക്ക് 3 തരത്തിൽ വിശ്വാസം പ്രകടിപ്പിക്കാൻ പറ്റും. വിശ്വാസം പ്രഘോഷിക്കുക, നമുക്ക് അധരം കൊണ്ട് പ്രഘോഷിക്കുക, അല്ലേ? അത് റോമ 10:9 വിശ്വാസ പ്രഘോഷണം. എന്താണ് പ്രഖ്യാപനം? അങ്ങനെ പറയാം. എന്താ റോമ 10:9? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചു വീഴുന്ന ഉയർപ്പിക്കുകയും ചെയ്യുന്ന ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോഴാണ് രക്ഷ പ്രാപിക്കുന്നത്. അപ്പൊ വിശ്വാസം പ്രഖ്യാപിച്ചാൽ രക്ഷ പ്രാപിക്കാൻ പറ്റും. വിശ്വാസം പ്രഖ്യാപിച്ചാൽ എന്താണ് വിശ്വാസം? യേശു കർത്താവാണെന്നുള്ളതാണ് വിശ്വാസം. അത് അധരം കൊണ്ട് പ്രഖ്യാപിക്കണം. അധരം കൊണ്ട് പ്രഖ്യാപിക്കും. അതിനാണ് നമ്മൾ വിശ്വാസ പ്രമാണം ചെല്ലണത്. അപ്പോൾ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ നിങ്ങളുടെ മനസ്സിലത് ഉണ്ടാകണം, ഞാൻ എന്താണ് ചെയ്യണത്. പഠിപ്പിച്ചൊരു പ്രാർത്ഥന കണാകുണാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പട്ടിക പറയണവർ പറഞ്ഞിട്ട് കഥയില്ല. അതൊരു ആക്ടിവേഷൻ പ്രിൻസിപ്പിളാണ്. വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. എന്താ വിശ്വാസത്തിൻ്റെ അന്തസത്ത എന്താണ്? യേശു കർത്താവാണ്, അതാണ് വിഷയം. അതോടുകൂടി വിശ്വാസം എല്ലാം തീരും. കാര്യം രോഗമല്ല കർത്താവ്, കടമല്ല കർത്താവ്, ഇന്ന് വന്നിരിക്കുന്ന സാമ്പത്തിക തകർച്ചയിൽ നിന്ന് ഭരിക്കേണ്ട കാര്യമില്ല. എന്നെ ഭരിക്കാൻ ഒരാളുണ്ട്, അവൻ മരണത്തെ ജയിച്ച ഉയർത്തെഴുന്നേറ്റ കർത്താവാണ്. കൈയടിച്ച് കർത്താവ് ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവരെ ഞങ്ങൾ ആരാധിക്കുന്നു. ഉദ്ധാരം ചെയ്തവരെ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഉയർത്തെഴുന്നേൽപ്പ്, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിക്കുമ്പോഴാണ് യേശു കർത്താവെന്ന് പറയുന്നത്. അല്ലെങ്കിൽ യേശു മാത്രമാണ്. എൻ്റെ കർത്താവെന്ന് വിളിക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വിശ്വാസി അതിൻ്റെ ദൈവശാസ്ത്രം അറിയുന്നു എന്നതിൻ്റെ അർത്ഥം എന്താണ്? യേശു മരണത്തെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവൻ്റെ മേൽ കർത്തൃസ്ഥാനമുള്ള ആളാണ്. അതാണ് കർത്താവ്. യേശു കർത്താവാണെന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ മനുഷ്യൻ്റെ ജീവിതത്തിലുള്ളത്. അത് വിശ്വാസ പ്രഖ്യാപനമാണ്. അപ്പോൾ വിശ്വാസം പ്രഖ്യാപിക്കുന്നവർ അതിൻ്റെ മാത്തമാറ്റിക്സ് അറിയണം. അല്ല വെറുതെ എന്ത് യേശു കർത്താവാണെന്ന് പറഞ്ഞാൽ ചുമ്മാ അത്തരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ ഹൃദയത്തിൽ ഒരു സെക്കൻഡ് ഫാക്കൽറ്റി ഉണ്ട്. ഇത് നമുക്കറിയാമല്ലോ, ഇത് ഒരു മൗത്താണ്, ഒരു മെഗാഫോണാണിത്. ഈ മെഗാഫോണിൻ്റെ ഇത് മെഗാഫോൺ കൊണ്ട് യേശു കർത്താവാണെന്ന് നമ്മൾ സ്വരത്തിൽ പറയുമ്പോൾ അതിൻ്റെ ആസ്തിയിൽ തന്നെ ഹൃദയത്തിൽ വിശ്വസിക്കണം. എന്ത് പറയണം? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ ഹൃദയത്തിൽ നമ്മൾ വിശ്വസിക്കണം. എന്താണ്? ദൈവം അവനെ മരിച്ചു വീഴുന്ന് ഉയർപ്പിച്ചു എന്നാണ്. അവിടെ പീഡാസനങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യമില്ല. അവിടെ ഉയർത്തുന്നതിന് മാത്രം പ്രാധാന്യം. അനുദിന ജീവിത അനുഭവങ്ങളെ അതായത് അതിജീവിക്കാനുള്ള ഒന്നാമത്തെ മാർഗം ഒന്ന് കുരിശും ഒന്ന് ഉയർത്തെഴുന്നേൽപ്പുമാണ്. കുരിശിനെ അതിജീവിക്കുന്നത് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാലം വരെ നമുക്ക് കിട്ടുന്ന ഒരു സഹിഷ്ണുത, ഒരു വിഷയവുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടാൻ വേണ്ടി ആണ് കുരിശ് നമുക്കൊരു പാഠ്യവിഷയമായി മാറണത്.
കുരിശിൻ്റെ കാലം കഴിയുമ്പോൾ യേശുവിനെ കർത്താവ് ഉയർത്തുന്ന ഉത്ഥാനത്തിൻ്റെ കാലം വരും. അപ്പോഴും ഞാൻ കർത്താവിൻ്റെ സാക്ഷിയായിട്ട് പ്രഘോഷിക്കും. സാക്ഷ്യത്തിന് വേണ്ടി ഒരുക്കലാണ് ഈ കുരിശ് ചെയ്യണത്. ദുഃഖാനുഭവങ്ങളും ദുരിതാനുഭവങ്ങളും രോഗാനുഭവങ്ങളും ഒക്കെ ചെയ്യണത് ക്രിസ്തുവിലേക്കുള്ള ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിലേക്കുള്ള നമ്മുടെ ദൂരമാണ്. കൈയിട്ടിച്ച് കർത്താവിനെ കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.